5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. ദുരഭിമാന കൊലയുടെ 8ാം വർഷത്തിലാണ് നാം നിൽക്കുന്നത്. കേരളത്തിൽ ഒരുപാട് ദുരഭിമാന കൊലകൾ നടന്നിട്ടുണ്ട്. എന്നാലും കേരളത്തെ ആകെ ഞെട്ടിച്ചിട്ടുള്ള ഒരു കൊലപാതകം നടന്നു. അതിനെ തുടർന്ന് അതിൻ്റെ ചില പോയിൻറ്റ്സുകൾ എടുത്തുകൊണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ എന്താ പറയുക, തംസൊക്കെ എടുത്തുകൊണ്ടാണ് തുടരുമെന്ന സിനിമ വന്നത് എന്നും അതിനൊരു ത്രെഡ് കിട്ടിയത്, തിരക്കഥ എഴുതുന്നതിന് ത്രെഡ് കിട്ടിയത് ഈ കൊലപാതകം കൂടിയാണ് എന്ന് പറയുമ്പോൾ 8 വർഷങ്ങൾക്ക് മുമ്പ് കേരളം ഞെട്ടിയ വലിയൊരു കൊലപാതകത്തെക്കുറിച്ച് കൂടി നാം ഓർത്തിരിക്കുന്നത് നന്നായിരിക്കും. 2018 മെയ് 25 പത്രം കേരളീയ മാധ്യമങ്ങൾ കേരളം കണ്ടത് വളരെ ഞെട്ടലോടുകൂടിയാണ്. 2018 മെയ് 24 തെന്മലയിലുള്ള നീനു എന്ന പെൺകുട്ടിയെ കെവിൻ എന്ന കോട്ടയത്തുള്ള താഴ്ന്ന ജാതിയിൽപ്പെട്ട, അവർ തമ്മിൽ ജാതി കണക്കാക്കുമ്പോൾ ആ പെൺകുട്ടിയേക്കാൾ താഴ്ന്ന ജാതിയിൽപ്പെട്ട കെവിൻ പ്രണയിക്കുകയും വിവാഹം കഴിക്കുകയും ചെയ്തു. നീനു ആ തെന്മലയിൽ താമസിക്കുമ്പോൾ തന്നെ വീട്ടുകാരുമായിട്ടുള്ള പഠിക്കുന്ന കാലത്ത് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് നീനുവിനെ കോട്ടയത്ത് പഠിക്കാൻ അയച്ചിരുന്നു. അങ്ങനെ കോട്ടയത്ത് ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുമ്പോഴാണ്, അവിടെ വെച്ചാണ് കെവിനെ പരിചയപ്പെടുത്തുന്നത്. കെവിനെ പരിചയപ്പെട്ടതിന് ശേഷം അവർ 2 വർഷം ആ പ്രണയം കൊണ്ടുപോയി. അതിനുശേഷം പഠനമെല്ലാം കഴിഞ്ഞ് നീനു നാട്ടിലെത്തിയപ്പോൾ നീനുവിന് വിവാഹം ആലോചിച്ചു. വിവാഹങ്ങൾ ആലോചിച്ചൊക്കെ വരുമ്പോഴാണ് ഏതോ ഒരു വിവാഹം ഉറയ്ക്കുമെന്നുള്ള സ്ഥിതി വന്നപ്പോൾ നീനു ഉടനെ തന്നെ കെവിന് ഫോൺ ചെയ്യുകയും കെവിൻ ഉടൻ തന്നെ അന്ന് കൊണ്ടുപോവുകയും ചെയ്തു. അങ്ങനെ കോട്ടയത്തൊരു ഹോസ്റ്റലിൽ, ഒരു ലോഡ്ജിൽ താമസിച്ചു, ഹോട്ടലിൽ താമസിച്ചു. പിന്നെ അത് കഴിഞ്ഞ് അവർ രജിസ്റ്റർ മാരേജ് ചെയ്യുന്നുണ്ട്. ഉടൻ തന്നെ ഇത് നീനുവിനെ കാണാനില്ല എന്നുള്ള പരാതി അച്ഛനും അമ്മയും കൊടുക്കുകയും ഉടൻ തന്നെ അവർ പോയി കോട്ടയത്ത് വെച്ച് അവരെ കണ്ടുപിടിക്കുകയും ചെയ്തു. എന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകുന്നു. പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ പോലീസുകാർ അവരോട് പിന്തിരിയാൻ പറയുന്നു. 2 പേരും പിന്തിരിയുന്നില്ല. പോലീസ് അവരെ ഭീഷണിപ്പെടുത്തുന്നു, വീട്ടുകാർ അവരെ ഭീഷണിപ്പെടുത്തുന്നു. ഒന്നും സംഭവിക്കുന്നില്ല. പക്ഷേ അവർ പിന്തിരിയുന്നില്ല. യാതൊരു സാഹചര്യത്തിലും പിന്തിരിയാതെ അവിടെ വെച്ച് അച്ഛനും സഹോദരങ്ങളും ഉപേക്ഷിച്ചിട്ട് പോയി. പക്ഷേ കുറേ കഴിഞ്ഞ് അന്ന് രാത്രി ഈ നമ്മുടെ ഇയാളുടെ കെവിനെയും കെവിൻ്റെ കൂട്ടുകാരനെയും 2 കാറുകളിലായി കൊണ്ടുപോയി കെവിനെ കൊല്ലുകയാണ് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ ഇത്തരത്തിൽ ധാരാളമായ ദുരഭിമാന കൊലകൾ നടക്കുന്നുണ്ട്. സദാചാര കൊലകൾ ഒരു വശത്ത് നടക്കുന്നു, ദുരഭിമാന കൊലകൾ നടക്കുന്നു. നമ്മൾ ജാതിയുടെ മതമൊക്കെ പോയി, നമ്മളിവിടെ നിന്ന് പോയി എന്നൊക്കെ പറയുമ്പോഴും ഇത്തരത്തിലുള്ള ധാരാളമായ സംഭവങ്ങൾ നടക്കും. കെവിനും നീനുവും തമ്മിലുള്ള ഈ പ്രണയവും പരാജയപ്പെടുന്നു. കെവിൻ മരിക്കുന്നു. അതിനുശേഷം നീനുവിനെ വേറെ വിവാഹം കഴിച്ചു കൊടുത്ത് നീനു കഴിച്ചു എന്നും നീനു അല്ലാതെ വിവാഹം കഴിക്കാതെ താമസിക്കുമെന്നുള്ള 2 തരത്തിലുള്ള വാർത്ത ഇപ്പോൾ പരക്കുന്നുണ്ട്. എന്തായാലും 8 വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച ആ പ്രണയം എന്ന് പറയുന്നത് ജാതിക്കും മതത്തിനും അതീതമായി ഒരു സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ഒരു പ്രണയം നടന്നത് വല്ലാതെ അവരുടെ വീട്ടുകാരെ പ്രകോപിപ്പിക്കുകയും കെവിൻ്റെ വീട്ടുകാർക്ക് അത് പ്രശ്നമില്ലാതിരുന്നു. എന്നാൽ നീനുവിൻ്റെ വീട്ടുകാർ ജാതിയിൽ ഉയർന്നവരായതുകൊണ്ട് അവർ അത് വലിയ പ്രശ്നമാക്കി കെവിനെ കൊലയ്ക്ക് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു മറ്റൊരു തരത്തിലുള്ള വേർഷൻ, ഈ ത്രെഡ് എടുത്തുകൊണ്ടാണ് മറ്റൊരു തരത്തിലുള്ള രൂപത്തിലുള്ള ഒരു കഥ തുടരും എന്ന സിനിമയ്ക്ക് ഈ തരുൺമൂർത്തിക്ക് അവസരമൊരുക്കിയത്, അത്തരത്തിലൊരു കഥ ഉണ്ടാവുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഏതൊരു സിനിമ നമ്മൾ എടുത്താലും ആ സിനിമയ്ക്കൊക്കെ ആധാരമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ നടന്നിരിക്കും. ഇപ്പോൾ CBI ഡയറിക്കുറിപ്പ് എടുത്താൽ, അതുപോലെ ഏത് സിനിമ എടുത്താലും ആ സിനിമയ്ക്ക് ആധാരമായൊരു ത്രെഡ് നമ്മുടെ സമൂഹത്തിൽ എവിടെയെങ്കിലുമൊക്കെ നടന്നതായിരിക്കും. അപ്പോൾ അത് വർഷങ്ങൾ കഴിഞ്ഞായിരിക്കും ശ്രദ്ധിക്കപ്പെടുക. 8 വർഷങ്ങൾക്ക് ശേഷം നമുക്ക് തുടരും സിനിമ വരുമ്പോൾ തീർച്ചയായിട്ടും അതും ഒരു ദുരഭിമാന കൊലയുടെ ഒരു കഥയാണ് പറയുന്നത്. ആ കഥയിൽ ഒരു പോലീസ് ഓഫീസറുടെ മകളെയാണ് സാധാരണ ഒരു മോഹൻലാലിൻ്റെ മകൻ സ്നേഹിക്കുന്നത്. അപ്പോൾ അത് വേറൊരു തരത്തിലേക്ക് പോവുകയാണ്. ഒരു കാർ ഡ്രൈവറുടെ അല്ലെങ്കിൽ ഒരു വണ്ടി ഓടിക്കുന്ന ആളിൻ്റെ മകനെ സ്നേഹിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകാവുന്ന സാമ്പത്തികമോ, ജാതി മാത്രമല്ല സാമ്പത്തിക പ്രശ്നവും ഉണ്ടാകാം. അങ്ങനെയൊക്കെയാണ് അതിനകത്ത് കൊല നടക്കുന്നത്. തുടരും എന്ന സിനിമയിൽ കൊല നടക്കുന്നത്. ഇത് പലപ്പോഴും സംഭവിക്കുന്നുണ്ട്. എന്തായാലും കാലം മാറിയതനുസരിച്ച് ജാതിയുടെയോ ഈ പറയുന്ന സമ്പത്തിൻ്റെയോ അപ്പുറം നമ്മുടെ പുതിയ തലമുറയിൽപ്പെട്ടവർ, പ്രത്യേകിച്ച് ന്യൂജൻ കുട്ടികൾ ധാരാളമായി ഇതുപോലെ പ്രണയത്തിലും പ്രേമത്തിലും വിവാഹത്തിലുമൊക്കെ ചെന്നപ്പെടുന്നുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കാനുള്ള ഒരു മാനസികാവസ്ഥ അച്ഛനും അമ്മയ്ക്കും ഉണ്ടായിരിക്കണം. അവർക്ക് താല്പര്യമില്ലെങ്കിൽ അതെങ്ങനെ പറഞ്ഞു മാറ്റാമെന്നൊക്കെ ആലോചിക്കുക. പറഞ്ഞു മാറ്റാൻ കഴിഞ്ഞില്ലെങ്കിൽ വിവാഹം നടത്തി കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ അവരെ കൊല്ലാനും നടക്കേണ്ട കാര്യമില്ല. അവർ സ്വതന്ത്രമായി രജിസ്റ്റർ മാരേജ് ചെയ്ത് എവിടെയെങ്കിലും പോയി സുഖമായി കഴിഞ്ഞോട്ടെ. അതിനപ്പുറം അവരെ കൊല്ലുവാനും ദുരഭിമാന കൊലകൾ നടത്തുവാനും അച്ഛനും സഹോദരനുമൊക്കെയാണ് കൊന്നത്. അവർ കേസിൽ പ്രതികളാകുന്നു. 2 കുടുംബവും ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. അതേസമയം ഈ സംഭവം നടന്നതിന് ശേഷം നീനു കെവിൻ്റെ വീട്ടുകാരോടൊപ്പം ഇറങ്ങിപ്പോവുകയും ചെയ്തു. പെൺകുട്ടികളും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളെ പ്രസവിച്ച് ആൺകുട്ടികളായാലും, എന്നാലും പെൺകുട്ടികളാണെങ്കിൽ കൂടുതൽ ഇറങ്ങി ഓടുന്നത് പെൺകുട്ടികളാണല്ലോ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം,
നിങ്ങളെ പ്രസവിച്ച് നിങ്ങളെ 18, 19, 20 വയസ്സ് വരെ വളർത്തി നന്നായി കുഞ്ഞ് കാല് വളരുന്നോ, കൈ വളരുന്നോ, മൂക്ക് വളരുന്നോ, കണ്ണ് വളരുന്നോ നോക്കി നിങ്ങളുടെ എല്ലാ ദുഃഖങ്ങളും സുഖവും എല്ലാം നോക്കി പാലൂട്ടി വളർത്തി നിങ്ങൾ വലിയ കുട്ടികളാകുമ്പോൾ, ചിലപ്പോൾ നിങ്ങൾ സ്വയം പര്യാപ്തമാകുമ്പോൾ പെട്ടെന്നൊരു നിമിഷം കാണുന്ന ഒരു ചെറുപ്പക്കാരനെ അല്ലെങ്കിൽ കുറച്ച് ദിവസം പരിചയപ്പെടുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ കൂടെ പോകരുതെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ പോകുമ്പോൾ വീട്ടുകാരെ കൂടി വിശ്വാസത്തിലെടുക്കാൻ നിങ്ങൾക്ക് കഴിയണ്ടേ? കാരണം അച്ഛനും അമ്മയും ഒക്കെ ഈ പറയുന്ന പോലെ അവരുടെ കുടുംബവും, അവർക്ക് ചിലപ്പോൾ അവർ ജാതി കാണും, അവർക്ക് സമ്പത്തിൻ്റെ പ്രശ്നങ്ങൾ കാണും, ഹൈറാർക്കിയുടെ പ്രശ്നങ്ങൾ കാണും, ജോലിയുടെ പ്രശ്നങ്ങളൊക്കെ കാണും. അവരെ നമ്മൾ കുറ്റം പറയരുത്. അവർ പഴയ തലമുറയിൽപ്പെട്ടവരാണ്. സ്വാഭാവികമായി നിങ്ങൾക്കത് മനസ്സിലാകണമെങ്കിൽ നിങ്ങൾ അച്ഛനും അമ്മയൊക്കെ ആകുമ്പോഴായിരിക്കും മനസ്സിലാകുന്നത്. പല കേസുകളിലും എനിക്കറിയാം, അച്ഛനും അമ്മയും ഒക്കെ ഇങ്ങനെ പ്രണയ വിവാഹമൊക്കെ നടത്തിയിട്ട് അവരുടെ മക്കളുടെ കാര്യം വരുമ്പോൾ അവർ പറയും, അല്ല അങ്ങനെയൊന്നും പറ്റത്തില്ല, ജാതി നോക്കണം, മതം നോക്കണം, അല്ലെങ്കിൽ പണം സമ്പത്ത് നോക്കണം, ഞങ്ങൾക്കേ അബദ്ധം പറ്റിപ്പോയി, നിങ്ങളും അങ്ങനെ ചേരുന്നൊക്കെ പറയുന്ന എത്രയോ കേസുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് അച്ഛനമ്മമാരെ കൂടി വിശ്വാസത്തിലെടുക്കുന്ന മാതാപിതാക്കളെ കരയിച്ചുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നതിനോട് എനിക്കൊരു അഭിപ്രായമില്ല. അല്ലാതെ വിശ്വാസത്തിലെടുക്കുന്ന രീതിയിൽ അവർ കുട്ടികളും മാറണം, മാതാപിതാക്കളും കുറേയധികം കാര്യങ്ങൾ പറ്റുമെങ്കിൽ പറ്റുന്നത്ര അഡ്ജസ്റ്റ് ചെയ്ത് കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളെ അവർ കണ്ടെത്തിയാൽ അത് നാലാൾ അറിയിച്ച് വലിയ ബഹളം ഉണ്ടാക്കി കൊലപാതകത്തിലേക്കും വഴക്കിലേക്കൊന്നും പോകാതെ കഴിയുന്നത്ര വിവാഹം കഴിച്ച് കൊടുക്കാൻ പറ്റിയാൽ അവർക്ക് ഭാവി മെച്ചമാവുമെങ്കിൽ വിവാഹം കഴിച്ച് കൊടുക്കുന്നതിനെക്കുറിച്ചും ചിന്തിക്കണം. അപ്പോൾ പുതിയൊരു ചിന്തയാണ് വേണ്ടത്. മക്കളും തിരുത്തണം, അച്ഛനും അമ്മയും തിരുത്തണം. രണ്ടു കൂട്ടരും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി പുതിയ ജീവിതങ്ങൾ നമ്മൾ കണ്ടെത്തണം. അല്ലെങ്കിൽ സംഭവിക്കുന്നത് സ്വാഭാവികമായി ഇതുപോലെ കൊലപാതകവും പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും. അത് നമ്മുടെ തീർച്ചയായും ഇപ്പോൾ 8 വർഷം കഴിഞ്ഞെങ്കിലും അത് സിനിമയാകുന്നു. അതുപോലെ ഇത്തരത്തിൽ ധാരാളം ദുരഭിമാന കൊലകൾ കേരളത്തിലും രാജ്യത്തുമൊക്കെ നടന്നിട്ടുണ്ട്. വടക്കേന്ത്യയിലെ പല സ്ഥലങ്ങളിലും തല്ലിക്കൊല്ലുന്ന, ഗ്രാമവാസികളൊക്കെ തല്ലിക്കൊല്ലുന്ന കേസുകളുണ്ട്. അതുപോലെ കൊന്ന് മൃതദേഹം കൊണ്ടുപോയി സൂക്ഷിച്ചിട്ട് വെക്കുന്നതും അല്ലെങ്കിൽ അത് മറ്റു സ്ഥലത്ത് ഉപേക്ഷിച്ച് പോകുന്നതൊക്കെ ഒത്തിരി കേസുകൾ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും കെവിൻ്റെയും നീനുവിൻ്റെയും ഈ ജീവിതം നമുക്കൊരു പാഠമാകട്ടെ. തീർച്ചയായും മാതാപിതാക്കളും കുട്ടികളും എല്ലാവരും, ഈ പ്രണയിക്കാൻ നടക്കുന്നവരും പ്രണയിച്ചവരുമൊക്കെ തീർച്ചയായും ജീവിതം ഒന്നേ ഉള്ളൂ. അത് കൂടുതൽ പ്രതിസന്ധികളിലേക്ക് കൊണ്ടുപോകാതെ എങ്ങനെ സമവായത്തിലൂടെ എല്ലാവർക്കും സന്തോഷമുണ്ടാക്കി നമുക്ക് ജീവിക്കാൻ കഴിയുമെന്ന് ആലോചിക്കുക.